ഹിസ്ബുള്ള. നമ്മളെല്ലാവരും വാർത്തകളിലൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൊരു പേരാണിത്, അല്ലേ? പക്ഷെ എന്താണ് ശരിക്കും ഈ ഹിസ്ബുള്ള? ചിലർ പറയും അതൊരു തീവ്രവാദ സംഘടനയാണെന്ന്, മറ്റു ചിലർ പറയും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും അതിലധികവുമാണ് ഹിസ്ബുള്ള. അപ്പോ ആരാണിവർ? എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയധികം ശക്തി കിട്ടുന്നത്? നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നിറങ്ങിച്ചെല്ലാം. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു രാജ്യത്തിന് അതിന്റെ ഔദ്യോഗിക സൈന്യമുണ്ട്. പക്ഷേ അതേ രാജ്യത്തുള്ള മറ്റൊരു സംഘടനയ്ക്ക് ആ സൈന്യത്തെക്കാൾ ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ലെബനനിലാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതെങ്ങനെ സാധ്യമാവും? ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഹിസ്ബുള്ളയുടെ ആ ശക്തിയുടെ രഹസ്യം അവരുടെ ഈ 3 മുഖങ്ങളിലാണ്. ഒരേ സമയം അവർ ലെബനനിലെ പാർലമെന്റിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് വേണ്ടി ആശുപത്രികളും സ്കൂളുകളും നടത്തുന്ന ഒരു വലിയ സാമൂഹിക പ്രസ്ഥാനവുമാണ്. ഇതിനെല്ലാം ഉപരിയായി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിന്റെ ഭാഗമല്ലാത്ത സൈന്യങ്ങളിലൊന്നുമാണ്. അപ്പോ എങ്ങനെയാണ് ഹിസ്ബുള്ള ഇങ്ങനെയൊരു ഭീകരശക്തിയായി വളർന്നത്? അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോകണം. അതായത് യുദ്ധവും അരാജകത്വവും നിറഞ്ഞ 1980കളിലെ ലെബനനിലേക്ക്. ഹിസ്ബുള്ളയുടെ വളർച്ചയ്ക്കു പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ലബനനിലെ ഷിയ മുസ്ലിങ്ങൾ ഒരുപാട് കാലം അനുഭവിച്ച അവഗണന. രണ്ടാമത്തേത് 1979ൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം. അത് മിഡിൽ ഈസ്റ്റിലെ ഷിയ വിഭാഗത്തിന് വലിയൊരു ആത്മവിശ്വാസം കൊടുത്തു. അവസാനം 1982ൽ ഇസ്രായേൽ ലെബനൻ ആക്രമിച്ചത് ഒരു തീപ്പൊരിയായി മാറി. ഇസ്രായേൽ ലെബനനിലേക്ക് കടന്നുകയറിയ ആ ഒരു സമയത്താണ് ഇറാൻ രംഗപ്രവേശം ചെയ്യുന്നത്. അവർ തങ്ങളുടെ ഏറ്റവും മികച്ച സൈനികരായ റെവല്യൂഷണറി ഗാർഡ്സിനെ ലെബനനിലേക്ക് അയച്ചു. ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: അവിടുത്തെ ഷിയ ചെറുപ്പക്കാരെ ഒരുമിപ്പിച്ച് അവർക്ക് പരിശീലനം നൽകി ഒരു പുതിയ പ്രതിരോധ സേനയെ ഉണ്ടാക്കുക. ആ ചെറുത്തുനിൽപ്പിൽ നിന്നാണ് ഹിസ്ബുള്ള, അതായത് ദൈവത്തിന്റെ പാർട്ടി, ഉണ്ടാകുന്നത്. ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള ബന്ധം വെറുമൊരു സഹായം മാത്രമല്ല, അതിനൊരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുണ്ട്. വിലായത്ത് അൽ ഫഖീഹ് എന്നാണ് അതിനു പറയുന്നത്. കുറച്ചു കോംപ്ലിക്കേറ്റഡായി തോന്നാം, പക്ഷേ സിമ്പിളായി പറഞ്ഞാൽ മതപരവും രാഷ്ട്രീയപരവുമായ കാര്യങ്ങളിൽ അവസാന വാക്ക് ഇറാന്റെ പരമോന്നത നേതാവിൻ്റെതായിരിക്കുമെന്ന് ഹിസ്ബുള്ള വിശ്വസിക്കുന്നു. ഈയൊരൊറ്റ വിശ്വാസമാണ് അവരെ തമ്മിൽ ഇത്രയധികം അടുപ്പിക്കുന്നത്. ലെബനനിലെ ആഭ്യന്തര യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ഹിസ്ബുള്ള വെറുമൊരു സായുധ സംഘമായി ഒതുങ്ങിയില്ല. അവർ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അവരുടെ തന്ത്രം വളരെ സ്മാർട്ടായിരുന്നു. ഒരു വശത്ത് 1992 മുതൽ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പാർലമെന്റിലും മന്ത്രിസഭയിലുമൊക്കെ എത്തി രാജ്യത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു. മറുവശത്ത് സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട ആശുപത്രികൾ, സ്കൂളുകൾ, എന്തിന് ഭക്ഷണസാധനങ്ങൾക്ക് വരെ കിഴിവുകൾ നൽകി. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുത്തു. ഇതൊന്ന് കേട്ടുനോക്കൂ. ഈ ഒരൊറ്റ വാചകം മതി ഹിസ്ബുള്ള എത്രത്തോളം ലെബനനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വേരൂന്നിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ നിങ്ങളുടെ അയൽക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾ സാധനം വാങ്ങുന്ന കടയിലെ ആൾ പോലും ഹിസ്ബുള്ളയുടെ ഭാഗമായിരിക്കാം. ഈ ഒരു രഹസ്യ സ്വഭാവമില്ലേ, അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ശക്തി. ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ ചില വഴിത്തിരിവുകളാണിത്. 1992ൽ അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നു. 2000ൽ ഇസ്രായേലിനെ തെക്കൻ ലെബനനിൽ നിന്ന് തുരത്തിയപ്പോൾ അറബ് ലോകത്തവർ ഹീറോകളായി. 2006ൽ ഇസ്രായേലുമായി നടന്ന യുദ്ധം അവരുടെ സൈനിക ശേഷി ലോകത്തിന് കാണിച്ചുകൊടുത്തു. പിന്നെ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ അവർ ഇടപെട്ടത് അവരെ ഒരു റീജിയണൽ പവറാക്കി മാറ്റി. ഇനിയാണ് നമ്മൾ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ പവർ സോഴ്സിലേക്ക് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇറാനുമായുള്ള അവരുടെ ബന്ധമാണ്. ശരിക്കും പറഞ്ഞാല് ഹിസ്ബുള്ളയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ കളി തന്നെ വേറെ ലെവലാകുമായിരുന്നു. ഈ സംഖ്യ കണ്ടോ? $700 മില്യൺ കൂടുതൽ, ഏകദേശം 5800 കോടി ഇന്ത്യൻ രൂപ. ഓരോ വർഷവും ഇത്രയും ഭീമമായ തുകയാണ് ഇറാൻ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾക്കായി നൽകുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇറാന് ഹിസ്ബുള്ള ഒരു ഷീൽഡ് പോലെയാണ്. ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇറാന് നേരിട്ട് യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് അത് ചെയ്യാൻ സാധിക്കും. അതായത് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കി മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ശക്തി കാണിക്കാൻ ഹിസ്ബുള്ള ഇറാനെ സഹായിക്കുന്നു. ഇതൊരു ടീം ഗെയിം കൂടിയാണ്. ഹിസ്ബുള്ള ഈ കളിയിൽ ഒറ്റയ്ക്കല്ല. ഇറാന്റെ നേതൃത്വത്തിൽ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന പേരിൽ ഒരു വലിയ സഖ്യമുണ്ട്.
അമേരിക്കയെയും ഇസ്രായേലിനെയും ഈ മേഖലയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ഇവരുടെയെല്ലാം പൊതുവായ ലക്ഷ്യം. അപ്പോ ഈ ടീമില് ആരൊക്കെയുണ്ടെന്ന് നോക്കാം. മെയിൻ പ്ലെയർ ഇറാൻ തന്നെ. പിന്നെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള, സിറിയയിലെ ഗവൺമെന്റ്, ഇറാഖിലെ ചില ഷിയ ഗ്രൂപ്പുകൾ, പാലസ്റ്റീനിലെ ഹമാസ്, പിന്നെ യമനിലെ ഹൂതികൾ. ഇവരെല്ലാം ചേർന്നൊരു വലിയ നെറ്റ്വർക്കാണിത്. ശരി, നമ്മൾ ഹിസ്ബുള്ളയുടെ ചരിത്രവും അവരുടെ കൂട്ടുകെട്ടുകളുമൊക്കെ കണ്ടു. പക്ഷേ ഇന്ന്, ഈ നിമിഷം, മിഡിൽ ഈസ്റ്റിൽ ആളിക്കത്തുന്ന ഈ സംഘർഷങ്ങളുടെ എല്ലാം നടുക്ക് ഹിസ്ബുള്ളയുടെ റോൾ എന്താണ്? അതാണിനി നോക്കേണ്ടത്. നമ്മൾ ഈ ചർച്ച തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഓർക്കുന്നുണ്ടോ, ഒരു സംഘടനയ്ക്ക് എങ്ങനെ സ്വന്തം രാജ്യത്തെ സൈന്യത്തെക്കാൾ ശക്തി വരുമെന്ന്? ഈ ചാർട്ട് നോക്കൂ, ഇതാണുത്തരം. ലെബനന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കൂടുതൽ അംഗബലം ഇന്ന് ഹിസ്ബുള്ളയ്ക്കുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഏകദേശം 100,000-ഓളം സജീവ പോരാളികൾ. വെറും ആൾബലം മാത്രമല്ല, അവരുടെ കയ്യിലുള്ളത് വെറും തോക്കുകളും ബോംബുകളുമല്ല. 10,000-കണക്കിന് റോക്കറ്റുകൾ, ഇസ്രായേലിലെ ഏത് നഗരത്തിലും കൃത്യമായി പതിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ, അത്യാധുനിക ഡ്രോണുകൾ, പിന്നെ സിറിയൻ യുദ്ധത്തിൽ പോരാടി പരിചയസമ്പന്നരായ ഒരു സ്പെഷ്യൽ ഫോഴ്സ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ചെറിയ രാജ്യത്തിന്റെ സൈന്യത്തേക്കാൾ വലിയ ആയുധശേഖരമാണ് ഇവരുടേത്. അപ്പോ ശരിക്കും ആരാണ് ഈ ഹിസ്ബുള്ള? ഒരു ഹീറോയോ അതോ വില്ലനോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരോട് ചോദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഉത്തരം. അവരെ പിന്തുണയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ലെബനനെ സംരക്ഷിക്കുന്ന ഒരു പ്രതിരോധ പ്രസ്ഥാനമാണ്. എന്നാൽ വിമർശകർ പറയുന്നത് അവർ ഇറാന്റെ കയ്യിലെ ഒരു പാവയാണെന്നും മിഡിൽ ഈസ്റ്റിന് എപ്പോഴും ഒരു യുദ്ധമുനയിൽ നിർത്തുന്ന ഒരു തീവ്രവാദ സംഘടനയാണെന്നുമാണ്. ഒരു യുദ്ധത്തിന്റെ കനലിൽ നിന്നാണ് ഹിസ്ബുള്ള എന്ന സംഘടന ജനിച്ചത്. ഇന്നിപ്പോൾ മിഡിൽ ഈസ്റ്റ് മറ്റൊരു വലിയ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ നിർണായകമായ ഒരു ചോദ്യം ഉയർന്നുവരുന്നുണ്ട്. അടുത്തൊരു വലിയ യുദ്ധത്തിന് തിരികൊളുത്തുന്നത് ഹിസ്ബുള്ള ആകുമോ? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞാനിന്ന് നിർത്തുന്നു.